ലക്ഷ്യമിട്ടതിന് മുൻപേ കുതിച്ച് അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം. ലക്ഷ്യമിട്ടതിനു മുൻപേ കുതിച്ച് അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം. ഫെബ്രുവരിയോടെ 50% നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 52% പൂർത്തിയായി. ഉയരപാതയുടെ നിർമ്മാണത്തിന് അനുവദിച്ച സമയം തീരാൻ 1 വർഷം മാത്രമാണുള്ളത്. ഇക്കാലയളവിൽ തീർക്കാനാണ് കരാറുകാരുടെ ശ്രമം. 2023 ഫെബ്രുവരിയിലാണ് ഉയരപാതയുടെ നിർമ്മാണം തുടങ്ങിയത്. 2026 ഫെബ്രുവരിക്കുള്ളിൽ പാത പൂർത്തിയാക്കണം. ഉയരപാതയ്ക്കായി 354 തൂണുകളും ടോൾ ബൂത്ത് റാമ്പ് എന്നിവയായി 49 തൂണുകളുമാണ് ആകെ നിർമ്മിക്കേണ്ടത്. ഇവയിൽ 33 തൂണുകളുടെ നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇവയും അടുത്ത മാസത്തോടെ പൂർത്തിയാകും. പിയർ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്തു ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് പാകത്തിലാകുമെന്ന് ഉയരപാത അശോകം ബിൽഡ്കോൺ അധികൃതർ പറഞ്ഞു. തുറവൂർ, കുത്തിയതോട്, എരമല്ലൂർ, ചന്ദ്രൂർ, അരൂർ എന്നിങ്ങനെ 5 റീച്ചുകളിലായാണ് പണി നടക്കുന്ന ഉയരപാത നിർമ്മാണം ലക്ഷ്യമിട്ടതിലും വേഗത്തിൽ എത്തുന്നത്. ഉയരപാതയുടെ 1/3 ഭാഗത്തും ഗർഡറുകൾക്ക് മുകളിലായുള്ള സ്ലാബിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. തുറവൂരിൽ 1 കിലോമീറ്ററും, കുത്തിയതോട് 900 മീറ്റർ, എരമല്ലൂരിൽ 850, അരൂരിൽ 900 മീറ്റർ എന്നിങ്ങനെയാണ് സ്ലാബ് കോൺക്രീറ്റ് പൂർത്തിയായത്. കോൺക്രീറ്റ് മിക്സിംഗ് ലോറികൾ ക്രെയിനുകളുടെ സഹായത്തോടെ ഉയരപാതയുടെ മുകളിൽ കയറ്റിയാണ് സ്ലാബിന്റെ കോൺക്രീറ്റ് നടക്കുന്നത്. തൂണുകളുടെ ബലത്തിനായി 2 മീറ്റർ ഉയരത്തിൽ 10 സെന്റിമീറ്റർ കനത്തിൽ പിയർ പ്രൊട്ടക്ഷൻ കോൺക്രീറ്റും ചെയ്യുന്നുണ്ട്. തൂണുകൾക്ക് താഴെ മെറ്റിലിട്ട് ഉറപ്പിക്കുന്ന പണികളും നടക്കുകയാണ്. സ്ലാബ് കോൺക്രീറ്റ് പൂർത്തിയായ ഭാഗങ്ങളിൽ റോഡിലെ സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കി തുടങ്ങി. ഇവിടങ്ങളിൽ മീഡിയം നിർമ്മാണവും ഉടൻ ആരംഭിക്കും. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ നീളത്തിലാണ് പാത. 1665.5 കോടി രൂപ ചെലവിട്ടാണ് ഉയരപാത നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അരൂർ.